ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേ ദിവസങ്ങളായി കേട്ടോ വരാതിരുന്നിട്ട്. കാരണം എനിക്ക് റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞു ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റേഡിയേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പെട്ടെന്നത് കവറാകുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പെട്ടെന്നൊന്നും കവറായിട്ടില്ല. ഏകദേശം 2 മാസത്തോളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ട്. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഓക്കെയാണ്, എനിക്കധികം ഫുഡ് കഴിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, പിന്നെ കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുഴപ്പമില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് അധികം ഒന്നും അങ്ങനെ കഴിക്കാനൊന്നും പറ്റുന്നില്ല. 2 സ്പൂൺ ചോറ്, പിന്നെ ചക്കയുടെ ഒക്കെ ഒരു സമയമുണ്ട്, 2 സ്പൂൺ ചക്ക, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഞാൻ കഴിക്കും. പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ വളരെയേറെ കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ ഞാൻ കഴിച്ചൊക്കെ വന്നാലും ഉച്ചയാകുമ്പോഴത്തേക്കും ഒരൊറ്റ ഛർദിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അതിൻ്റെയൊക്കെ ഒരു സംഭവമൊക്കെ തീരുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഹാപ്പിയൊക്കെ ആയിരുന്നു. 2-3 ദിവസമായിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ ടൗണിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. കാരണം എനിക്കിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ഒരു ടെൻഷൻ വേണ്ട, നമ്മൾ രോഗിയാണെന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൊറോണയുടെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത്ര സേഫ് ഒന്നും അല്ല കേട്ടോ, പുറത്ത് പോകലൊന്നും സേഫ് ഒന്നുമല്ല. ഞാൻ പിന്നെ ജസ്റ്റ് മാസ്ക് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, സാനിറ്റൈസറൊക്കെ കരുതുന്നുണ്ടായിരുന്നു. നമ്മൾ പുറത്ത് പോയി തിരിച്ച് വരുമ്പോൾ തന്നെ ജസ്റ്റ് ഹാൻഡൊക്കെ പിന്നെ സാനിറ്റൈസർ ഒക്കെ വെച്ച് വാഷൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പൊന്നൂസ് എനിക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊന്നൂസ് ഇപ്പം പിന്നെ പഠിക്കാൻ വേണ്ടി ഏകദേശം പോകും. അടുത്ത ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റിലേക്കൊക്കെ പൊന്നൂസും പോകും. അത് കഴിയുമ്പോഴത്തേക്കും ഞാനും ചേട്ടായും തന്നെ ആവും. പിന്നെ അതിൻ്റെതായ ഒരു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പം എന്ത് വേണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി തരാനൊക്കെ ആളുണ്ട്, പക്ഷെ നമുക്ക് കഴിക്കാനുള്ള മടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. പിന്നെ 13-ാം തീയതി എനിക്ക് 6ാമത്തെ ഇമ്മ്യൂണോതെറാപ്പിയാണ്. അപ്പം 12-ാം തീയതി ഏകദേശം ഒരു രാത്രി 1:30-2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങും. മഴയൊക്കെ ആയതുകൊണ്ട് ട്രാഫിക് ഒക്കെ റിസ്ക് ആയിരിക്കുമല്ലോ. അപ്പം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇറങ്ങും. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഉളിക്കല്, ഇരിട്ടി ഈ ഭാഗത്തൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാർക്കുണ്ട് കേട്ടോ ഈ ക്യാൻസറൊക്കെ ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ഈ ഉളിക്കലിലുള്ളവരൊക്കെ ആണെങ്കിൽ പോലും പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തവരെയൊക്കെയാണ് MVRൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. കാരണം അവർക്ക് ഒത്തിരി ക്ഷീണങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവരുടെ സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് കേട്ടോ. പക്ഷെ ഞാനതുകൊണ്ട് ഞാൻ ഓടി എല്ലാവരെയും കാണാൻ പോകണം, അല്ല അവർക്ക് എന്തെങ്കിലും നമ്മളായിട്ട് ഒരു മോട്ടിവേഷനൊക്കെ പറയണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും പോയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി നമ്മളൊരു ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരാളോട് നമ്മൾ സംസാരിക്കുന്നിടത്ത് നമ്മൾ അവരുടെ ഒരു സന്തോഷം കൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ടൊക്കെ ഞാൻ കുറച്ച് ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 1-2 പേരെയൊക്കെ കാണാനൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കൊന്നും വേണ്ടല്ലോ. പിന്നെ മഴയൊക്കെ തുടങ്ങി, പിന്നെ എല്ലായിടത്തും ഡെങ്കിപ്പനിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ക്യാൻസർ പേഷ്യൻ്റെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഡെങ്കിപ്പനിയൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, പിന്നെ WBC ഒക്കെ നമുക്ക് കുറവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു ക്ഷീണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റിസ്ക്കാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ ജനലുകളൊക്കെ തുറന്നിടുന്നിടത്ത് ഒരു ചെറിയൊരു നെറ്റടിക്കുക ജനൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഞാനും എൻ്റെ ജനലൊക്കെ ഞാൻ ഓപ്പണായിട്ടൊക്കെ ഞാൻ തുറന്നിട്ട് ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ആളായിരുന്നു. പക്ഷേങ്കിൽ ഇതെല്ലാം പിന്നെ ജനലൊക്കെ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെയൊക്കെ സേഫ്റ്റി, കാരണം നമ്മളൊരു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്നാ പറയുക, നമ്മൾ പണ്ട് സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ പറയില്ല, ചെറിയൊരു കാര്യത്തിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു, പുകവലിയുടെ കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്നെ വലിയ വില കൊടുക്കാതെ ചിലപ്പം നമുക്ക് എല്ലാം സേഫ്റ്റി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, എൻ്റെ ക്യാൻസർ ഫൈറ്റേഴ്സ് കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വീഡിയോ ഇടാത്ത എന്തുവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, അവരെക്കാളും പിന്നെ ഞാൻ അത്രത്തോളം കുറച്ചും കൂടെ ഒക്കെ ഒരു ആക്റ്റീവൊക്കെയാണ്, കുറച്ചും കൂടെയൊക്കെ എനിക്ക് എൻ്റെ ശരീരത്തിന് കുറച്ചും കൂടെ ഉഷാറൊക്കെ ഉണ്ട്. അവരൊക്കെ 4th സ്റ്റേജ് ഉള്ളവരൊക്കെയാണ്. പക്ഷെ അവരെക്കാളൊക്കെ കുറച്ചും കൂടെ എനിക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഒരു വീഡിയോ ഇടാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം റേഡിയേഷൻ എന്നെ അത്രത്തോളം ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റേഡിയേഷൻ കഴിഞ്ഞിട്ട് ഓൾറെഡി ഇപ്പോൾ ഈ ഒരു സ്കിന്നൊക്കെ ഇങ്ങനെ എല്ലാം പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ പഴുക്കുന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഒരു ബ്ലാക്ക് സ്കിന്നൊക്കെ ഇങ്ങോട്ട് പൊളിഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത് ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെതായ ഒരു എഫക്റ്റ് നമുക്ക് ഉള്ളിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ കുഞ്ഞു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി പിന്നെ വയറിലേക്കൊക്കെ ഉള്ള പ്രശ്നം കൊണ്ടായിരിക്കാം എനിക്ക്
പിന്നെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ, ഒരു ചെറിയൊരു സംഭവം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നേരം വയറിന് ഭയങ്കര ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം, ഇങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും, ഞാൻ ഒത്തിരി എൻ്റെ കൂടെ തന്നെ റേഡിയേഷൻ ചെയ്തവരെയൊക്കെ പലരെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവർക്ക് ഒരു പ്രശ്നങ്ങളില്ല. കാരണം എനിക്കൊരു ഈ ക്ഷീണത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം മുതലേ എനിക്ക് ക്ഷീണത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ നല്ല മടിയായിരുന്നു. ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച്, ഞാൻ നന്നായിട്ട് ഫുഡ് പ്രേമിയായിരുന്നു, പക്ഷേ എനിക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥ തന്നെയാണ് ഏകദേശം ഇപ്പോഴും എനിക്കുള്ളത്. പിന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ, ഈ ഇമ്മ്യൂണോതെറാപ്പി കഴിഞ്ഞ ഇമ്മ്യൂണോതെറാപ്പിക്ക് എനിക്ക് നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് കീമോ മാത്രമാണ് പ്രശ്നം, അല്ലെങ്കിൽ റേഡിയേഷൻ മാത്രമാണ് പ്രശ്നം, അല്ലെങ്കിൽ സർജറി മാത്രമാണ് പ്രശ്നം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതിനു മുമ്പ് കീമോയുടെ കൂടെ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്ന ഒരു സമയത്ത് ഇല്ലാത്തൊരു ക്ഷീണം കഴിഞ്ഞ ഇമ്മ്യൂണോതെറാപ്പിയുടെ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ബോഡി കുറച്ചും കൂടെ വീക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വെയിറ്റ് ഒരിക്കലും നമ്മൾ കുറയരുതെന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ 2-3 കിലോ ഒക്കെ വെയിറ്റ് ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമായിരിക്കാം, അതിൻ്റെ കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ എങ്ങനെയാലും വെയിറ്റ് ഞാൻ ഇച്ചിരിയും കൂടെ കൂട്ടണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ കഴിക്കും. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, എന്തിനാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് ഇങ്ങനെ കഴിക്കുന്നത്? ഇത് ഒരു രാവിലെ മുതൽ എന്തെങ്കിലും ഇങ്ങനെ വിഷമിച്ച് കുറച്ച് ജ്യൂസൊക്കെ തരും, അല്ലെങ്കിൽ കുറച്ച് മാങ്ങാപ്പഴമൊക്കെ തരും. ഇതെല്ലാം തന്നിട്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരൊറ്റ ഛർദ്ദിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം പുറത്തേക്ക് പോകും. അപ്പോൾ എന്തിനാ ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഛർദ്ദിച്ചാലും നമ്മളൊരു 2-3 മണിക്കൂർ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നിന്നാലും നമുക്ക് ആവറേജ് നമ്മുടെ ശരീരത്തേക്ക് അതിനുള്ള പോഷകാംശങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഒമിറ്റ് ചെയ്തോട്ടെ. അപ്പം ധാരാളം നമുക്ക് വെള്ളം കുടിക്കാം. ഇനി ഇപ്പം എനിക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ഒന്നും ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ എന്നാ പറയുക, നന്നായിട്ട് പിന്നെ ഫ്രൂട്ട്സിൻ്റെ കൂടെ തന്നെ പിന്നെ അത്യാവശ്യം ബദാം കഴിക്കാറുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുത്താറി നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് മുത്താറി അങ്ങനെയൊന്നും അധികം കഴിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ മുത്താറി നല്ലതാണ്, മുത്താറി ഒത്തിരി നല്ലതാണ് കേട്ടോ. പിന്നെ കൂവപ്പൊടി ഇതൊക്കെ നല്ലതാണ്. എങ്കിലും ഞാനിതൊക്കെ കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇച്ചിരി തീരെ വെയിറ്റ് കുറഞ്ഞിടത്തുനിന്നും എനിക്കൊരു ചെറിയൊരു മാറ്റമൊക്കെ 2 ദിവസമായിട്ട് ചെറിയൊരു ഉഷാറുണ്ട്. വെയിറ്റ് ഒന്നും കൂടിയിട്ടില്ലെന്നേ ഉള്ളൂ, എന്നാലും ഒരു ആവറേജ് ചെറിയൊരു ഉഷാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അടുത്ത ഇമ്മ്യൂണോതെറാപ്പിക്ക് മുമ്പ് കുറച്ചും കൂടി ഒന്ന് കവറാകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഒന്നും ഇടാത്തതിൻ്റെ കാരണങ്ങൾ ഈ ക്ഷീണങ്ങളൊക്കെ കൊണ്ടാകട്ടോ. നമുക്കിപ്പം ഒരു ക്ഷീണാവസ്ഥയിൽ നിന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ നിന്ന് ഞാൻ എന്താ പറയുക എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് എന്താണെങ്കിലും വേണ്ടില്ല ഞാൻ വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഓൾറെഡി വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെയല്ല, ക്യാൻസർ ഫൈറ്റേഴ്സ് എല്ലാവരും പറയുന്ന പോലെ അത്ര ശക്തമായ ആൾക്കാരൊന്നും അല്ല എന്നൊന്നും പറയണ്ട. ക്യാൻസർ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശക്തരും ധീരരും ഒക്കെയാണ്. കാരണം അവർ തന്നെ വിചാരിച്ചാൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് കവർ ചെയ്ത് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം നമ്മളായിട്ട് നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. നമ്മുടെ മനസ്സിൻ്റെ ബലം നമ്മൾ തന്നെ കൊണ്ടുവരണം. കാരണം ആർക്കും നമുക്കൊരു ബലം ശക്തിയൊന്നും കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. ഞാൻ പറയും, രാവിലെ മുതൽ നമ്മൾ വൈകുന്നേരം വരെ എനിക്ക് ക്യാൻസറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് മറന്നുപോയി, നമ്മൾ ഓക്കെ ആകുമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമ്മളെ കാണാൻ വരുന്നൊരു വിസിറ്റേഴ്സിലെ ഒരു വാക്കായിരിക്കും, വിസിറ്റേഴ്സിൽ ഒരാൾ പറയുന്ന ഒരു വാക്കായിരിക്കും നമ്മളെ മുഴുവൻ തളർത്തി പോകുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, ദൈവമേ എനിക്കിതാണോ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ മനസ്സിന് ബലം കൊണ്ടുവന്ന് നമ്മൾ തന്നെ നമ്മുടെ ഈ രോഗത്തെ നമുക്ക് അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ ഓക്കെ ആകണം, നമ്മൾ തന്നെ പെർഫെക്റ്റ് ആകണം. എല്ലാം തോൽപ്പിക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ ലോകത്തിൽ എവറസ്റ്റ് കീഴടക്കുന്നതിന് മുമ്പ് തന്നെ ആർക്കെങ്കിലും നമുക്ക് എവറസ്റ്റ് കൊടുമുടി എവറസ്റ്റ് കീഴടക്കുന്നതിന് മുമ്പ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ പറ്റും എന്ന് കീഴടക്കിയ ആൾക്കാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം അല്ല. ഈ ലോകത്ത് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അവരുടെ മനസ്സിൻ്റെ ബലം, മനസ്സിൻ്റെ ധൈര്യം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ മുമ്പോട്ട് പോയത്. അതുപോലെ തന്നെ ഈ രോഗത്തേക്ക് നമ്മൾ മുമ്പോട്ട് അതിജീവിക്കാം. എല്ലാവരും ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതിജീവിക്കാം, ആർക്കും പറ്റും. കാരണം ഇന്ന് ഇത് എല്ലാം സർവ്വസാധാരണമാണ്. ഈ ഒരു വിഷമം വരുമ്പോൾ ആരും തകരരുത്. കാരണം ഞാനും തകർന്നിട്ടും ഒന്നുമല്ല. പക്ഷേങ്കിൽ നമ്മുടെ ബോഡി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നീങ്ങാത്തൊരു സന്ദർഭങ്ങളിൽ നമ്മൾ കുറച്ച് ഡള്ളാകും. പക്ഷെ അത് നമ്മൾ കുറച്ചും കൂടെ മാനസികമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. കാരണം നമ്മളിത് ഡള്ളായെങ്കിലും നമ്മൾ ഓക്കെ ആകും. കാരണം 2 ദിവസം നമ്മൾക്ക് ക്ഷീണം വന്നു, നമ്മൾ ചടിഞ്ഞു പോയി. പക്ഷെ അത് 3-ാം ദിവസം നമ്മളത് കവറാകും എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ മുമ്പോട്ട്. പിന്നെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ഈ ക്യാൻസർ ഫൈറ്റേഴ്സിനൊക്കെ ഏറ്റവും നല്ലൊരു ഭക്ഷണം കേട്ടോ. omega-3 ഫാറ്റി ആസിഡൊക്കെ നമുക്കത് കൊഴുപ്പാണ്. പക്ഷേങ്കിൽ അത് നമ്മൾ
പിന്നെ എക്സ്ട്രാ നമ്മളൊരു മരുന്നുകളിൽ നിന്ന് മീനെണ്ണയിൽ കൂടെ ഒന്നും നമ്മൾ അങ്ങനെ നമുക്ക് കിട്ടുന്നതിനേക്കാളും നമ്മൾക്ക് ഒത്തിരി നല്ലതാണ് നമ്മൾ ഫുഡിൽ കൂടി. അതായത് നമ്മൾ മീൻ, അതായത് അയല, മത്തിയൊക്കെയാണ് പ്രധാനമായിട്ടും ഒമേഗ 3യുടെയൊക്കെ ഒരു ഉറവിടം. പക്ഷെ അത് നമ്മൾ വിചാരിക്കും, നമ്മൾ ഈ വെജിറ്റേറിയൻസ് ഒക്കെ ഉള്ളപ്പോൾ അവർ വിചാരിക്കും, ഓ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, മത്തി കഴിക്കാൻ പറ്റത്തില്ല, ഇല കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചിന്തിക്കും. അവർക്കും ഉണ്ട് കേട്ടോ, അവർക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് ബ്ലാക്ക് സീഡ്, സോയ സീഡ് ഇതൊക്കെ കഴിച്ചാലും ഇതിനകത്ത് ഈ ഒമേഗ 3 ഒക്കെ കിട്ടും കേട്ടോ. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ഇതൊക്കെ എല്ലാവരും ഫുഡിലൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ കൊറോണയൊക്കെ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൊറോണയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും മാസ്ക് വെക്കുക, പിന്നെ ഓരോ കാര്യങ്ങൾ അതിൻ്റെതായ ഒരു പ്രൊസീജിയറൊക്കെ ഉണ്ടല്ലോ. നമ്മളെപ്പോഴും ഹാൻഡ് വാഷ് യൂസ് ചെയ്യുക, നമ്മൾ പുറത്തിറങ്ങുമ്പം പിന്നെ ഒത്തിരി ആൾക്കൂട്ടത്തിൽ നമ്മൾ ഇറങ്ങാതിരിക്കുക. പിന്നെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യണം. അതെല്ലാ കാര്യങ്ങളും നമ്മളത് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസ്, പിന്നെ കീമോ ചെയ്യുന്നവർ, പിന്നെ റേഡിയേഷൻ്റെ ചെയ്യുന്ന പേഷ്യൻസിനൊന്നും അത്രത്തോളം കീമോയുടെ പോലെ ഒന്നും ഇല്ലയെന്ന് പറയും. പക്ഷെ നമുക്ക് ഈ ഒരു സമയത്ത് പോലും നമുക്കൊരു ക്ഷീണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ല നമുക്കൊരു കഫക്കെട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ശ്വാസം മുട്ടലായി, പല ബുദ്ധിമുട്ടായി, നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. അപ്പം എല്ലാവരും സൂക്ഷിക്കുക, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.